നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട് വന്നതിൻ്റെ സന്തോഷമാണ് അവരുടെ ഭാഷയിൽ അവർ പ്രകടിപ്പിക്കുന്നത്. ഇന്ന് കുറേ അധികം പേരുണ്ട് കേട്ടോ. അവരെല്ലാം നമ്മളെ കാത്ത് ഇവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമുക്ക് കുറച്ച് ഫുഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പുറത്തുനിന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെ ഫ്രണ്ടിൽ കൊടുക്കുക, ഫ്രണ്ടിൽ കൊണ്ട് കൊടുക്കുക. പട്ടികളോടും മൃഗങ്ങളോടൊക്കെ ഏറ്റവും ദേഷ്യത്തോടെയും വെറുപ്പോടെയും കൂടി പെരുമാറുന്നവർക്ക് കൂടിയുള്ളതാണ് ഈ വീഡിയോ. കാരണം നമ്മൾ ഫുഡ് കൊടുത്താൽ അവർ ഫീഡ് ചെയ്താൽ അവരെത്ര കാമൻ ക്വയറ്റായിട്ടാണ് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ വൈഫ് എത്രയും പട്ടികൾക്കിടയിൽ പോയി നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ. മറ്റേ പാത്രം എടുക്കുക, അത് കൊടുക്കാം. ഇവനെയാണ് ഞങ്ങൾ കടിയൻ ബ്രോ എന്ന് വിളിക്കുന്നത്. പണ്ടാളൊരു കില്ലാടിയായിരുന്നു ഈ പ്രദേശത്തെ. പക്ഷേ ഇപ്പോൾ ആൾ അങ്ങ് ഒതുങ്ങിപ്പോയി. കാരണം നല്ല ഏജുണ്ട്, പിന്നെ കാലിന് പരിക്കുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ആൾക്ക്. പക്ഷെ ഫുഡ് കൊടുത്താലും പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പട്ടികൾ ഇച്ചിരി സൈസുള്ള പട്ടികളൊക്കെ വന്നാൽ ആൾക്ക് പേടിയാണ്. പണ്ടത്തെ കില്ലാടിയാണെങ്കിലും വേറെ ഏതെങ്കിലും പട്ടികൾ വന്ന ആൾ പേടിച്ചു പോകും. ഇങ്ങനെ വേറെ പട്ടികൾ കയറി തിന്നുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം വെച്ചാൽ അവരും വിശക്കുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ കയറി കഴിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ചിലപ്പോൾ ഉള്ളത്. ഇവന് നമ്മളെങ്ങനെ കൊടുക്കാനാ? പക്ഷെ എന്ത് ചെയ്യുമോ, വായിൽ കൊണ്ടൊക്കെ കേട്ടണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ഇതുപോലുള്ള നമ്മുടെ സഹജീവികളെയും മൃഗങ്ങളെയും എല്ലാവരും സ്നേഹിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ ഈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ, ബൈ ബൈ.